കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയയ്ക്കിടെ 73-കാരിയുടെ കാലിലെ ഞരമ്പ് മുറിഞ്ഞു. കാലുവേദനയെ തുടർന്നാണ് നിലമ്പൂർ ചുങ്കത്ര സ്വദേശിനി പാർവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. സർജറിക്ക് ശേഷം ഗുരുതരാവസ്ഥയിലായ വയോധികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഞരമ്പ് മുറിഞ്ഞതായി കണ്ടെത്തിയത്. മെയ് ആദ്യവാരം ചികിത്സയ്ക്കായി എത്തിയ വയോധികയെ മെയ് 12-നാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതുവരെ പാർവതിക്ക് 3 ശസ്ത്രക്രിയ നടത്തി. നിലവിൽ കാൽ മുറിച്ചു മാറ്റേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ്. കാലിന്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് DMO റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കുടുംബം DMOയ്ക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് റിപ്പോർട്ട് തേടിയത്. മെയ് 12-ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച ശസ്ത്രക്രിയ കഴിഞ്ഞതിന് പിന്നാലെ 11 മണിക്ക് ICUവിൽ നിന്നും രോഗിയെ വാർഡിലേക്ക് മാറ്റിയെന്നാണ് ചെറുമകൻ രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേ ദിവസം രാത്രി 8:30-യോടെ കാലിന്റെ നിറം മാറുകയും കടുത്ത വേദനയും തണുപ്പും അനുഭവപ്പെടുകയുമായിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കുഴപ്പമില്ലെന്ന നിലപാടാണ് ഡോക്ടർമാർ സ്വീകരിച്ചതെന്നും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ്റെ ഡേറ്റ് 10-ാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഈ മാസം 10-ാം തീയതി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്മിറ്റായി ഓപ്പറേഷനൊക്കെ ചെയ്ത് വാർഡിക്ക് 11 മണിയായപ്പോൾ രാവിലെ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു എക്സ്റേ എടുക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടി എക്സ്റേ എടുപ്പിച്ചു. അതിൽ കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടി പിന്നെ വാർഡിക്ക് തന്നെ മാറ്റി അവിടെ കിടത്തി. പിന്നെ രാത്രി ആയപ്പോൾ കാലിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി. അത് മാറിയപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പോയി പറഞ്ഞപ്പോൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ആദ്യം ഐസ് കട്ടമാരിയായി കാല്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറിനെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളി, നിങ്ങൾക്ക് പറ്റിയ എവിടെയാണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് കൊണ്ടുപോയിക്കോളി. പുറത്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു കൊണ്ടു വന്നാലും ഇവിടെ നോക്കാൻ ഡോക്ടർമാരൊന്നുമില്ല, ഇവിടെ പഠിക്കുന്നവർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളിയാണ്. അപ്പോഴത്തേനും ഡോക്ടർ പോയി കണ്ട് ആംബുലൻസൊക്കെ വിളിച്ച് കോഴിക്കോട്ടേക്ക് പോകാൻ നമ്മളറിഞ്ഞില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു പറഞ്ഞു ആംബുലൻസ് താഴെ വരും, അതിൽ കയറിയാൽ മെഡിക്കൽ കോളേജിൽ ഇറങ്ങാൻ പറ്റുള്ളൂ, വേറെ എവിടെ ഇറങ്ങാൻ പറ്റില്ല, നിങ്ങൾ എന്നാലും രോഗിനെ കൊണ്ട് പോയിക്കാറ് കുറേ പേപ്പറിൽ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ഇവർ പോയിക്കാറ് ഞങ്ങളെ വിട്ടു. അവിടെ പോയി നോക്കിയപ്പോഴാണ് ഞരമ്പ് വലത് കാലിൻ്റെ ഞരമ്പ് മേലെന്ന് മുറിഞ്ഞിട്ട് അത് മടക്കി സ്റ്റാപ്ലർ അടുക്കി വെച്ച കാര്യം സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുന്നത്. നമുക്കറിയില്ലല്ലോ, നമ്മളിത് കാലിങ്ങനെ കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോഴത് അറിയണത് കറുത്ത കാര്യമൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം. കാരണം അവിടെ എത്ര രോഗികൾ വരുന്നതാണ്, ഓരിപ്പോൾ എല്ലാവരോടും ഇതേമാതിരിയൊക്കെ കാട്ടി അങ്ങനെ വയസ്സായതാണ് എഴുതിയിട്ട് നോക്കാന്നൊരു കാര്യമുണ്ടോ, നടന്നു പോയതാണ് എൻ്റെ അപ്പം. 5ഓളം ശസ്ത്രക്രിയകൾ നടത്തിയതായും ഇതുവരെ 2 ലക്ഷത്തോളം രൂപ ചെലവായെന്നും കുടുംബം പറയുന്നു. അതേസമയം ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ നിലവിൽ വിദേശത്തായതിനാൽ അദ്ദേഹവുമായി സംസാരിച്ച് വിശദീകരണം നൽകാമെന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതരുടെ മറുപടി. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.